കായംകുളം ബാർ അസോസിയേഷന്റെയും കോടതി ജീവനക്കാരുടെയും അഭിഭാഷക ക്ലർക്ക് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കോടതി സമുച്ചയത്തിൽ രാജ്യത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. മുൻസിഫ് അരുന്ധതി ദിലീപ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. കായംകുളം ബാർ അസോസിയേഷന്റെയും കോടതി ജീവനക്കാരുടെയും അഭിഭാഷക ക്ലാർക്ക് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കോടതി സമുച്ചയത്തിൽ രാജ്യത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യദിന ആഘോഷം സംഘടിപ്പിച്ചു. ദേശീയ പതാക ഉയർത്തിയ ശേഷം നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PJ അൻസാരി അധ്യക്ഷത വഹിച്ചു. മുൻസിഫ് അരുന്ധതി ദിലീപ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി എന്ന നിലയിലും ഒരു പൗരൻ എന്ന നിലയിലും ആ സ്വാതന്ത്ര്യം നമ്മൾക്ക് കൊണ്ടുതന്നത് ഒട്ടനവധി മൗലിക അവകാശങ്ങളാണ്. ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് കിട്ടിയ അവകാശങ്ങൾ മാത്രമല്ല നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്, ആ അവകാശങ്ങൾക്കോടൊപ്പം തന്നെ നമ്മളുടെ മേൽ വന്നിരുന്ന ഉത്തരവാദിത്വത്തിന് കൂടി നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാവരും കോടതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. നമുക്കറിയാം, ഒരു ദിവസം ഒട്ടനവധി സാധാരണക്കാരാണ് നീതി തേടി നമ്മളുടെ ഈ കോടതിയിലേക്ക് കടന്നു വരുന്നത്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കോടതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു അവസാന പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയ്ക്ക് ഒരു വിശ്വാസ്യത കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രതിജ്ഞ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് ഭാരതത്തിൻ്റെ മറ്റൊരു സ്വാതന്ത്ര്യ ദിനം കൂടി ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആദ്യമേ തന്നെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച മഹാന്മാരെ എല്ലാം ഓർത്തുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുള്ളത് ഒരു അന്ത്യമല്ല, മറിച്ച് ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ആരംഭമാണ്. നമ്മുടെ യുവതലമുറയ്ക്ക് സ്വപ്നം കാണാനും അത് നേടിയെടുക്കാനുമുള്ള കരുത്തുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രാജ്യാഭിമാനികൾ രക്തം നൽകി, ജീവൻ നൽകി, എല്ലാം നൽകി. ഒരുപാട് മഹാരഥന്മാരുടെ അശ്രാന്ത പരിശ്രമം മൂലമാണ് നമുക്കിന്ന് ഇവിടെ നിന്ന് സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാനും അതുപോലെ പ്രവർത്തിക്കാനും ജീവിക്കാനും വിദ്യാഭ്യാസം ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് എങ്ങോട്ട് യാത്ര ചെയ്യാനും നമ്മൾ ഭക്ഷണം കഴിക്കാനും വസ്ത്രം ധരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ പിന്നിൽ ഒരുപാട് മനുഷ്യാത്മാക്കളുടെയും മനുഷ്യജീവൻ്റെയും പ്രയത്നങ്ങളുണ്ട് എന്ന് നാം വിസ്മരിക്കരുത്. പുതിയ സമൂഹം നമ്മൾ കാണുന്നത് പോലെ അവർക്ക് സ്വാതന്ത്ര്യം വേണ്ട, അവർക്ക് ഈ പുതിയ സമൂഹം അല്ലെങ്കിൽ ഈ കഴിഞ്ഞു പോയ യാതൊന്നും വേണ്ട എന്ന് നമ്മൾ പുതിയ സമൂഹത്തെ സംബോധന ചെയ്ത സമൂഹമാണിപ്പോൾ മഹാത്മാഗാന്ധിയുടെയും ഡോക്ടർ മഹാനായ BR അംബേദ്കറിനെ ഫോട്ടോ ഉയർത്തിക്കൊണ്ട് തങ്ങൾക്ക് യാതൊരു വിവേചനവും നേരിടാൻ പാടില്ല, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം വേണം, തൊഴിൽ വേണം, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് അനുഭവിക്കണമെന്ന് പറഞ്ഞ് ഒരു പുതിയ സമരത്തിന് തുടക്കം കുറിച്ചത്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് സീതാലക്ഷ്മി, ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് O ഹാരിസ്, സീനിയർ അഭിഭാഷകരായ P വിശ്വനാഥൻ, V ബോബൻ, റോയ് വർഗീസ്, K രാജമ്മ, H സുനി, R ഉല്ലാസ്, മുൻസിഫ് കോടതി ഹെഡ് ക്ലാർക്ക് പ്രവീണ, മജിസ്ട്രേറ്റ് കോടതി സ്റ്റാഫ് പ്രതിനിധി റോബിൻ, അഡ്വക്കേറ്റ് ക്ലാർക്ക് അസോസിയേഷൻ സെക്രട്ടറി ശശിധരൻ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.